നമ്മുടെ കാലത്ത് വിശ്വാസം പലപ്പോഴും ഒരു ട്രെൻഡ് അല്ല, പക്ഷെ അതാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന യഥാർത്ഥ ശക്തി. ആ വിശ്വാസത്തിന്റെ ജ്വാല ഹൃദയത്തിൽ കരുതിയ ഒരു ചെറുപ്പക്കാരനെ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ഗൈഡിംഗ് ലൈറ്റ്. 16-ാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ജനിച്ച ഒരു നിർമ്മലനായ ബാലൻ. പേര് സ്റ്റാനിസ്ലാവ് കോസ്റ്റക്ക. അവന്റെ കുടുംബം സമ്പന്നമായിരുന്നു, പക്ഷെ അവനെപ്പോഴും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റുള്ളവരെല്ലാം ലോകത്തിന്റെ പിറകെ പോകുമ്പോൾ അവന്റെ മനസ്സ് മുഴുവൻ ഈശോയിലായിരുന്നു. അവന്റെ സ്കൂൾ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. ജെസ്യൂട്ട് സ്കൂളിലായിരുന്നു പഠനം. ഡിസിപ്ലിൻസ്, റൂൾസ് അങ്ങനെയെല്ലാം പീക്ക് ലെവലിലായിരുന്നു. സുഹൃത്തുക്കൾ അടിച്ചുപൊളിക്കുമ്പോൾ സ്റ്റാനിസ്ലാവ് മാത്രം സൈലന്റ് പ്രയർ മൂഡിലായിരിക്കും. ഒരിക്കൽ സ്വർഗം അവനായി ഒരുപാട് ആഴമുള്ള ഒരു പരീക്ഷ ഒരുക്കി. ഒരു ദിവസം അവൻ പെട്ടെന്ന് രോഗിയായി. ഉയർന്ന പനി, ശരീരവേദന. ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയില്ല. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മേരി വിൽ കം, ഐ നോ. ആ രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. പരിശുദ്ധ കന്യകാമറിയമും സെന്റ് ബർബറയും അവന് പ്രത്യക്ഷപ്പെട്ടു. സെന്റ് ബർബറ അവനോട് മൃദുവായി പറഞ്ഞു, യു ഹാവ് സഫേർഡ് വെൽ, ഹെവൻ ഈസ് പ്രൗഡ് ഓഫ് യു. തുടർന്ന് മറിയം അവന്റെ തലയിൽ കൈകൾ വെച്ചു. അതിനുശേഷം അവൻ ഈശോയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർ പറഞ്ഞു, നീ ചെറുപ്പമാണ്. അവൻ മറുപടി നൽകി, ബെറ്റർ ടു ഡൈ ഫോർ ഗോഡ് ദാൻ ലീവ് ലോങ് വിത്തൗട്ട് പർപ്പസ്. അവൻ വീട്ടിൽ നിന്നിറങ്ങി റോമിലേക്ക് യാത്രയായി. നോ മണി, നോ GPS. എന്നാൽ ഓരോ രാത്രിയും അവൻ പ്രാർത്ഥിച്ചു, ലീഡ് മീ ലോർഡ്. അവസാനം അവൻ റോമിലെത്തി. ജെസ്യൂട്ട്സ് ഓർഡറിൽ ചേരാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ജെസ്യൂട്ട്സിന്റെ ജനറൽ ആയിരുന്നത് സെന്റ് ഫ്രാൻസിസ് ബോർജിയ ആയിരുന്നു. സ്റ്റാനിസ്ലാവിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഫ്രാൻസിസ് പറഞ്ഞു, ഈ ബാലന്റെ കണ്ണുകളിൽ ഞാൻ സ്വർഗത്തിന്റെ പ്രകാശം കാണുന്നു. അങ്ങനെ സ്റ്റാനിസ്ലാവ് ജെസ്യൂട്ട് നൊവിസായി സ്വീകരിക്കപ്പെട്ടു. ജെസ്യൂട്ട് വീട്ടിൽ താമസിക്കുമ്പോൾ അവൻ പൂർണ്ണമായി പ്രാർത്ഥനയിലും സേവനത്തിലും മുഴുകി. 1568 ഓഗസ്റ്റ് മാസം ജെസ്യൂട്ട് നൊവിഷ്യേറ്റിൽ കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് രോഗിയായി. അവൻ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് മുമ്പ് പറഞ്ഞു, ടുമോറോ ഓൺ അവർ ലേഡീസ് ഫീസ്റ്റ് ഐ വിൽ സീ ഹർ അഗെയിൻ. അടുത്ത ദിവസം പുലർച്ചെ 1568 ഓഗസ്റ്റ് 15 വെറും 18-ാം വയസ്സിൽ അവൻ ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ചു. അവന്റെ മുറി മുഴുവൻ സുഗന്ധം നിറഞ്ഞു. അവന്റെ മരണശേഷം അവന്റെ പ്രാർത്ഥനയിലൂടെ പല അത്ഭുതങ്ങളും സംഭവിച്ചു. 1726 ഡിസംബർ 31 പോപ്പ് ബെനഡിക്ട് 13 അവനെ സെയിന്റായി കാനനൈസ് ചെയ്തു. കൂട്ടുകാരെ, വലിയ പ്രവൃത്തികളല്ല വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. വിശുദ്ധനാവാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുമില്ല. ഹൃദയത്തിൽ സ്നേഹവും ചെറിയ നന്മകളും മതി. നമുക്കും സ്നേഹത്തോടെ നല്ലത് ചെയ്യാൻ ശ്രമിക്കാം.